ഇന്ന് നമ്മൾ 4 മണിച്ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ കുറച്ച് കൂടുതലൊക്കെ ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്സ് ആണ് റെഡിയാക്കുന്നത്. അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കാനായിട്ട് ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്നൊന്ന് വറുത്തെടുക്കണം. ഒന്ന് വറുത്ത് പൊടിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ട് ഉഴുന്നിന് നല്ലൊരു മണം വരുമല്ലോ, ആ ഒരു ഇതുപോലെയാണ് നമുക്ക് വറുത്തെടുക്കേണ്ടത്. എന്നിട്ടിപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം ചൂടാറുമ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് പൊടിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല, ചട്നിക്കൊക്കെ എടുക്കുന്ന പൊട്ടുകടല ഉണ്ടല്ലോ അത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പത്തിരി, അപ്പം, ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പച്ചരിയുടെ വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടുകൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ കായപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കറിവേപ്പില ചെറുതായി മുറിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു കടലപ്പരിപ്പ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 15 മുതൽ അരമണിക്കൂർ വരെ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ള 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു 20 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പില്ലാത്ത ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചറുള്ളത്, ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് മുൻപ് പുറത്തെടുത്ത് വെച്ചിട്ടുള്ള ബട്ടർ ആയിരിക്കണം. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ആദ്യം കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. നന്നായി മിക്സ് ആയതിനു ശേഷം പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചെറിയ ജീരകം ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അതൊരു 3/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ എള്ള് ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ എള്ളും ചേർത്ത് കൊടുക്കുക. അത് നമുക്ക് ടേസ്റ്റ് കുറച്ചുകൂടി കൂടുതൽ കിട്ടും. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. വെള്ളം സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ പാകത്തിന് കുറച്ച് ഒഴിച്ച് കൊടുത്തത് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുത്താൽ മതി. ലാസ്റ്റ് മാവിൻ്റെ മുകളിൽ കുറച്ചൊരു ഓയിലൊന്ന് ആക്കി കൊടുത്തിട്ട് ഒന്ന് തടവി കൊടുക്കുക, പെട്ടെന്ന് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി മാവിനെ ഇതുപോലത്തെ ചെറിയ കുറച്ച് ബോൾസ് ആക്കി വെക്കുക, പെട്ടെന്ന് പരത്തിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഓരോ ബോള് ഇതുപോലെ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പൂരിക്കൊക്കെ പരത്തുന്ന അത്രയ്ക്ക് കട്ടി കുറഞ്ഞ് നൈസായേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊരു കട്ടിയിൽ ചെറുതായിട്ട് നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, എന്നാലാണ് കറക്റ്റ് ടേസ്റ്റിൽ കിട്ടുള്ളൂ. എന്നിട്ട് ഈ സമയത്ത് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് കുത്തി കൊടുക്കുക. അതാകുമ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്തോളൂ, എല്ലായിടത്തും ഒരേപോലെ ഫ്രൈ ആയി കിട്ടിക്കോളും. ഈ ഒരു രീതിയിൽ ഈ ഒരു കട്ടിയിലാക്കി എടുത്താൽ മതിയാകും. ഇനിയിപ്പോൾ പരത്തിയെടുക്കാൻ ചപ്പാത്തി പ്രസ് ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ തന്നെ ഒരു നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റിലോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറിലോട്ട് വെച്ചിട്ട് സാധാരണ ഒരു പരന്ന പ്ലേറ്റോ മൂടി എന്തെങ്കിലും വെച്ചിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ, സുഖമായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ പാകത്തിന് ചൂടാക്കി എടുക്കുക. അത്യാവശ്യം നല്ല ചൂടുള്ള സമയത്ത് ഇതുപോലെ ഒരു 4 5 എത്രണ്ണാണോ ആ ഒരു ചട്ടിയിൽ കൊള്ളുന്നത് അതിനനുസരിച്ചിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ, കാരണം നന്നായിട്ട് ഫ്രൈ ആയിട്ട് ക്രിസ്പി ആയിട്ട് വരണമല്ലോ, അപ്പോൾ ഇത്തിരി സമയം എടുക്കും. ഒരു ഭാഗം റെഡി ആവുന്ന സമയത്ത് 2 ഭാഗം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ മൊത്തത്തിൽ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കുക. അപ്പം ഈ ഒരു രീതിയിലാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത്യാവശ്യം നല്ല കളറാവണം, എന്നാൽ കരിഞ്ഞു പോകുന്ന ആ രീതിയിലേക്ക് കളറാവണം കേട്ടോ. നല്ലൊരു ക്രിസ്പി ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു അളവിൽ ഏകദേശം ഈ വലുപ്പത്തിൽ വരുന്ന 25 നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കണ്ടോ, ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. പൊട്ടിക്കുന്ന സമയത്ത് തന്നെ നല്ല ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിലൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പം ഈ ഒരു രീതിയിലുള്ള സ്നാക്സ് നിങ്ങൾക്ക് ചെയ്തു വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്